നമുക്കിന്ന് ചിക്കൻ്റെ സമൂസയാണ് ഉണ്ടാക്കാൻ പോണം. അതിന് ചിക്കൻ നമ്മളിങ്ങനെ ചെറുതായിട്ട് പീസാക്കി അരിഞ്ഞെടുക്കണം. കട്ടി വെച്ചേക്കുന്ന ചിക്കനിൽ ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, കുരുമുളക്, ഉപ്പ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് വെജിറ്റബിളും കൂടെ ഇതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അത് വരട്ടിയെടുക്കുമ്പോൾ അതിനകത്തും കൂടെ കുറച്ച് ഇതെല്ലാം ചേരുവകളെല്ലാം ചേർക്കണം. അപ്പോൾ ഇതിൽ കുറച്ചിട്ടാൽ മതിയാവും. നമ്മൾ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസാണ് ഇത്. സവാള നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം, ചിക്കന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഇവിടെ പിന്നെ 4 വരെ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. അപ്പോൾ സവാള, ഇത് പച്ചമുളകാണ്, പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് വെളുത്തുള്ളിയും ക്രഷ് ചെയ്തതാണ്, ഇഞ്ചി ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടെ ഇനി കടുവറുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു, വഴറ്റിയെടുത്തു. അതിനെ ഇത് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇത്രയും ഫ്രൈ ആയാൽ മതി, ഒരുപാട് ഫ്രൈ ആവണ്ട, എന്നാലും വലുതായിട്ട് ഫ്രൈ ആവാതിരിക്കരുത്. അപ്പോൾ ഇതിന് നമുക്ക് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ചിക്കനും മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിനെ ഇനി നമുക്ക് സമോസ ലീഫിലേക്ക് ആക്കാം. നമുക്ക് ഇത് സമോസ ലീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ സമോസ ലീഫിലേക്ക് ആക്കിയിട്ട് വരാം ഗൈസ്. സമോസ ലീഫിനകത്ത് നിറച്ച് നമുക്കിതിന് ഫ്രൈ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ നോമ്പുറ സ്പെഷ്യലാണ്, സമോസ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമോസയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.